സുതാര്യമല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ ചോദ്യം ചെയ്യും. ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും നമ്മൾ പിന്തുണ കൊടുക്കും. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്താൽ മതി. അത് നമ്മുടെ ജോലി നമ്മൾ നിർവഹിക്കും. നമ്മളിതിപ്പോൾ ബോയ്ക്കോട്ട് ചെയ്തില്ലല്ലോ. പണ്ടൊക്കെ ഇത് ബോയ്ക്കോട്ട് ചെയ്യല്ലായിരുന്നു. ലാസ്റ്റ് നടന്ന ജിമ്മ് ബോയ്ക്കോട്ട് ചെയ്തില്ലേ? നമ്മൾ ചെയ്തില്ലല്ലോ. നമ്മൾ ഇവിടെ വന്നതിന് പിന്തുണ പ്രഖ്യാപിക്കുകയല്ലേ. അപ്പം ഞാൻ അതുകൊണ്ടാണ് പറയുക, അവർ പ്രതിപക്ഷത്ത് വരുമ്പോഴും അവരും അതേപോലെ തന്നെ ഈ ഒരു പുതിയ സംസ്കാരം കണ്ടിന്യൂ ആണ്. ഇനി ആര് പ്രതിപക്ഷത്ത് വന്നാലും കേരളത്തിൽ പ്രത്യേകിച്ച് ഞാൻ അവരോടാണ് പറഞ്ഞത്. അല്ല അത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ നമ്മുടെ എതിർപ്പുകൾ നമ്മൾ പ്രകടിപ്പിക്കും. നമ്മൾ അവിടെ വന്നത് അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ സുതാര്യമല്ലാത്ത രീതിയിൽ വന്നതിനെ നമുക്ക് എതിർക്കാതിരിക്കാൻ പറ്റില്ല. അത് നമ്മൾ എതിർക്കും. ഇപ്പോൾ കേരളയിൽ വന്നപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്തത്? കേരളയിൽ വന്നു കഴിഞ്ഞപ്പോൾ കേരളയിൽ എൻവയൺമെൻറ്റ് ഡിസാസ്റ്റർ ആയിരിക്കും കേരളത്തിൽ പറഞ്ഞല്ലോ. ആ പ്രോജക്റ്റിന് ഒരു അപ്രൂവൽ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ഒരു സ്ഥലത്തും കിട്ടില്ല. പിന്നെ അത് കേരളത്തെ വലിയ സാമ്പത്തികമായ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന സംഭവം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.